നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെൽറൈസ് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പുതിയ, അതായത് FY26ലെ ഇൻവെസ്റ്റർ പ്രസന്റേഷനാണ്. ഇതൊരു സാധാരണ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വായന അല്ലാട്ടോ. ഒരു സാധാരണ വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണവർ അതിവേഗം ഒരു ആഗോള എയ്റോസ്പേസ് ഭീമനായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ശരിക്കും ആവേശകരമായ ഒരു കഥ കൂടിയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ, വരുമാനം എവിടെ നിന്ന് വരുന്നു, പുതിയ സ്ട്രാറ്റജികൾ, പ്രത്യേകിച്ച് എല്ലാവരെയും ഞെട്ടിച്ച ചെസ്റ്റർ ഹാൾ അക്വിസിഷൻ, പിന്നെ ഇവരുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് ഒന്ന് നോക്കാം. കാരണം ഇത്രയും വലിയ ആഗോള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കണമെങ്കിൽ അതിനൊത്ത സാമ്പത്തിക പിൻബലം വേണമല്ലോ. ബെൽറൈസിന്റെ ഈ സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്നത് അവരുടെ വളരെ ശക്തമായ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ തന്നെയാണ്. നോക്കൂ, 41% ചില്ലറ വളർച്ചയല്ല ഇത്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ, അതായത് PATയിൽ അവരുണ്ടാക്കിയ വമ്പൻ കുതിപ്പാണിത്. കഴിഞ്ഞ വർഷം 3554 ദശലക്ഷമായിരുന്ന ലാഭം ഒറ്റ വർഷം കൊണ്ട് 5020 ദശലക്ഷം രൂപയായി ഉയർന്നിരിക്കുന്നു. അവരുടെ ഓപ്പറേഷണൽ സക്സസ് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതി. ഇനി ലാഭത്തിന്റെ കാര്യം മാത്രമല്ല, ഇവരുടെ ടോട്ടൽ റവന്യൂവും വൻതോതിൽ കൂടിയിട്ടുണ്ട്. 82,900-ൽ നിന്ന് 15% വളർച്ചയോടെ വരുമാനം 95,091 ദശലക്ഷം രൂപയായി മാറി. അതായത് അവരുടെ ബിസിനസ് അത്രത്തോളം സ്ട്രോങ് ആയി വളരുകയാണ്. നമ്മളീ പറയുന്ന കോടികളുടെ കണക്കുകളൊന്നും വെറും കടലാസിലെ മാജിക് അല്ല. വളരെ വിപുലമായ ഹെവി മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ നിന്നുമാണ് ഈ പണമത്രയും വരുന്നത്. വലിയ ഹെവി പ്രസ് ലൈനുകളും രാപ്പകലില്ലാത്ത അധ്വാനവുമാണ് ഇവരുടെ ഈ സാമ്പത്തിക അടിത്തറയുടെ യഥാർത്ഥ ശക്തി. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈ 95,000 ദശലക്ഷം രൂപ കൃത്യമായി എവിടെ നിന്നാണ് വരുന്നത്? ഇവരുടെ ഈ വലിയ സാമ്രാജ്യത്തിന്റെ പ്രധാന ക്യാഷ് എഞ്ചിൻ ഏതാണ്? നമുക്കതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? ഇവരുടെ മൊത്തം വരുമാനത്തിന്റെ 82% വരുന്നത് 2 വീലർ 3 വീലർ വിപണിയിൽ നിന്നാണ്. അതെ, ഈ പരമ്പരാഗത മാർക്കറ്റ് തന്നെയാണ് ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ക്യാഷ് കൗ. പക്ഷേ അവർ ആ 82% മാത്രം കെട്ടിപ്പൂട്ടിയിരിക്കുകയല്ല. അഡ്വാൻസ്ഡ് റോബോട്ടിക് വെൽഡിംഗും ലേറ്റസ്റ്റ് ടെക്നോളജിയുമൊക്കെ ഉപയോഗിച്ച് 4 വീലർ കൊമേഴ്ഷ്യൽ വാഹന മേഖലകളെ അവർ അതിവേഗം പിടിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ഈ ചെറിയ സെഗ്മെന്റുകൾ ഈ വർഷം മാത്രം 35%-ലധികമാണ് വളർന്നത്. എങ്കിലും മൊത്തം വരുമാനത്തിന്റെ 82%-നും ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിക്കുന്നത് ഏതു വലിയ കമ്പനിക്കും വലിയൊരു റിസ്ക്കാണ്. അവിടെയാണ് ബെൽറൈസ് അവരുടെ മാസ്റ്റർ പ്ലാൻ പുറത്തെടുക്കുന്നത്. അവരുടെ പുതിയ കാഴ്ചപ്പാടുകളും തന്ത്രങ്ങളും ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. പ്രധാനമായും 4 പില്ലറുകളിലാണ് അവരുടെ ഭാവി തന്ത്രങ്ങൾ നിൽക്കുന്നത്. കോർ ഓട്ടോമോട്ടീവ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, സസ്പെൻഷൻ പോലുള്ള പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുക, കോർപ്പറേറ്റ് ഘടന കുറച്ചുകൂടി സിമ്പിളാക്കുക. എന്നാൽ ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അവരുടെ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് പിവറ്റാണ്. അക്ഷരാർത്ഥത്തിൽ ആകാശത്തേക്ക് തന്നെയാണ് അവരുടെ നോട്ടം. എയ്റോസ്പേസ് മേഖലയിലേക്ക് ചുമ്മാ കയറി ചെല്ലുകയല്ല അവർ ചെയ്തത്. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് UK ബേസ്ഡ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ചെസ്റ്റർ ഹാളിന്റെ അക്വിസിഷൻ. ഇതൊരു ചെറിയ മാറ്റമല്ല കേട്ടോ. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഹൈ വോള്യൂം ഓട്ടോമോട്ടീവ് പാർട്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ബെൽറൈസ്, മറുവശത്ത് ടൈറ്റാനിയം പോലുള്ള സ്പെഷ്യൽ മെറ്റീരിയൽസ് വെച്ച് ലോകത്തെ വമ്പൻ സാറ്റലൈറ്റുകൾക്ക് വരെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന അത്രയും പ്രിസിഷനുള്ള ചെസ്റ്റർ ഹാൾ. 13.2 മില്യൺ ബ്രിട്ടീഷ് പൗണ്ടാണ് ഈ ഡീലിനായി അവർ മുടക്കിയത്. വെറുതെ കുറച്ച് കാശിറക്കിയതല്ല ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ്, സ്പേസ് കമ്പനികളുടെ സപ്ലൈ ചെയിനിലേക്ക് അവർക്ക് കിട്ടിയ ഒരു ഡയറക്റ്റ് ടിക്കറ്റാണിത്. ഇതാണ് ശരിക്കും ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്. എന്തിനാണ് ഇത്രയും തുക നൽകി ചെസ്റ്റർ ഹാളിനെ തന്നെ വാങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. ഗ്ലോബൽ സ്പേസ് പ്രോഗ്രാമിന്റെ സിംഗിൾ സോഴ്സ് സപ്ലയറാണവർ. വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിൽ അവരുടെ സ്ക്രാപ്പ് റേറ്റ് വെറും 0.5 മുതൽ 1% വരെ മാത്രമാണ്. ആ ഒരു അൺബിലീവബിൾ പ്രിസിഷനാണ് ബെൽറൈസ് സ്വന്തമാക്കിയത്. അപ്പോൾ പ്ലാനൊക്കെ സെറ്റായി. ഇനി ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ട വലിയ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പിലേക്ക് അവരെങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കാം. ഇവരുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ ശരിക്കും ഒരു റിലയൻലെസ് സ്പേസിലാണ് മുന്നോട്ടു പോകുന്നത്. വളരെ അഗ്രസീവായിട്ടാണ് അവർ പുതിയ പ്ലാന്റുകൾ ലോഞ്ച് ചെയ്യുന്നത്. ചെന്നൈയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിനായി പുതിയ പോർട്ട്ഫോളിയോ, ഹരിദ്വാറിലും ബാംഗ്ലൂരിലും പുത്തൻ യൂണിറ്റുകൾ, അതോടൊപ്പം തന്നെ ഫ്രാൻസിലും പുതിയ പ്ലാന്റ്. ഒരേ സമയം ഇന്ത്യയിലെ കോർ ബിസിനസ്സും ഗ്ലോബൽ ഡിഫൻസ് ആവശ്യങ്ങളും അവർ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഫ്രാൻസിലെ ലില്ലിൽ അവർ തുടങ്ങുന്ന പുതിയ പ്ലാന്റാണ്. ഇന്ത്യയ്ക്ക് പുറത്ത് ബെൽറൈസ് തുടങ്ങുന്ന ആദ്യത്തെ ഫെസിലിറ്റിയാണിത്. ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ. ഫ്രഞ്ച് എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കൾക്കും യുദ്ധവിമാനങ്ങൾക്കും നേരിട്ട് പാർട്സ് നൽകുക എന്നതാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പരമ്പരാഗത വാഹന നിർമ്മാണത്തിൽ നിന്നുള്ള വമ്പൻ വരുമാനം ഉപയോഗിച്ച് വളരെ കൃത്യമായി എയ്റോസ്പേസ് പോലെയുള്ള പുതിയ മേഖലകളിലേക്ക് കടക്കുന്നത് ഹെവി മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് ഭാവിയിൽ നിലനിൽക്കാനാവശ്യമായ ഏറ്റവും മികച്ച ബ്ലൂ പ്രിന്റാണോ? ബെൽറൈസിന്റെ ഈ സ്മാർട്ട് പ്ലേ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, ഇവരെന്നെ ലോകത്തെ ഏത് കമ്പനിയായിരിക്കും അടുത്തതായി സ്വന്തമാക്കുക? കാത്തിരുന്ന് കാണാം.